പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച ടി പുരുഷോത്തമനെ പുറത്താക്കി CPIM. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടി. വോട്ടെടുപ്പിന് പിന്നാലെ പുരുഷോത്തമന്റെ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ് ജയകുമാർ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി നടപടികളിലേക്ക് CPIM കടക്കുകയാണ്. നേരത്തെ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചയാളാണ് ടി പുരുഷോത്തമൻ. ഇപ്പോൾ ടി പുരുഷോത്തമൻ CPIM-ൽ നിന്ന് പുറത്തായിരിക്കുകയുമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിന് കുടുംബസമേതമായിരുന്നു അന്ന് ടി പുരുഷോത്തമൻ പങ്കെടുത്തത്. ഇതിലന്ന് പാർട്ടി വിശദീകരണം ചോദിച്ചിരുന്നു. അന്ന് വിശദീകരണം ചോദിച്ചപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ടി പുരുഷോത്തമൻ മറുപടിയും നൽകിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഈ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു ചെമ്മീൻ കർഷകൻ കൂടിയായിട്ടുള്ള ടി പുരുഷോത്തമൻ. അദ്ദേഹം നേരത്തെയും ഈ സംഘടനാ നടപടി നേരിട്ട ഒരാളായിരുന്നു. നേരത്തെ ഒരു കൊലക്കേസിൽ പ്രതിയായി അദ്ദേഹം 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ അന്ന് പാർട്ടിയിൽ ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന പേരിൽ നേരത്തെയും അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിരുന്നു, അച്ചടക്ക നടപടി എടുത്തിരുന്നു. അതിന് പിന്നാലെ പിന്നെയും പാർട്ടിയിലെടുക്കുകയും പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിച്ച് രംഗത്തെത്തുകയും അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ഈ നടപടി വന്നിരിക്കുന്നത്. ഇന്നലെ ചേർന്ന ഈ ബ്രാഞ്ച് യോഗത്തിൽ നടപടി റിപ്പോർട്ട് ചെയ്തത് ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സരിൻ ശശിയാണ്. ഈ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള M രാഘവനും ഇന്നലെ ചേർന്ന ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടി പുരുഷോത്തമൻ്റെ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലുണ്ടായിരുന്ന കാറ് കത്തിച്ച സംഭവം വലിയ ചർച്ചയായിരുന്നു. അന്ന് CPM പ്രവർത്തകൻ അതിന് പിന്നിൽ ഈ കാർ കത്തിച്ച സംഭവത്തിൽ 4 CPM പ്രവർത്തകരും അന്ന് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം സമാധാന യോഗമൊക്കെ ഈ പയ്യന്നൂരിൽ നടന്നിരുന്നു. അന്ന് ആ സമാധാന യോഗത്തിന് ശേഷമാണ് CPM പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടി പുരുഷോത്തമനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഈ നടപടിയെക്കുറിച്ചിട്ട് തനിക്ക് അറിയിപ്പൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വിശദീകരണം കൊടുത്തതാണ്. അതിൽ തൃപ്തികരമല്ല എന്നുള്ളൊരു വാദം പറഞ്ഞാണ് ഇപ്പോൾ CPM അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള ടി പുരുഷോത്തമനെ പുറത്താക്കിയിട്ടുള്ളത്. കണ്ണൂർ പയ്യന്നൂരിൽ CPIM നേതാവിനെ, CPIM പാർട്ടി അംഗത്തെ പുറത്താക്കിയിരിക്കുകയാണ് CPIM. പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചതിനാണ് ടി പുരുഷോത്തമൻ എന്ന AKG ഭവൻ ബ്രാഞ്ച് അംഗത്തെ പുറത്താക്കിയിരിക്കുന്നത്. വോട്ടെടുപ്പിന് പിന്നാലെ പുരുഷോത്തമൻ്റെ വീടിന് നേരെ ആക്രമണവും നടന്നിരുന്നു. ഇതിൽ DYFI പ്രവർത്തകർ പ്രതികളാവുകയും അവരെ പിടികൂടുകയും ചെയ്തിരുന്നതാണ്. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.